ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചതിനെ തുടർന്ന് ഐഫ്രെയിമിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സാൻഡ് ബോക്സ് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ സാൻഡ് ബോക്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഓരോ കാര്യങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഈ സാൻഡ് ബോക്സിൽ വരുന്നത് അലോ സെയിം ഒറിജിൻസ്, അലോ സ്ക്രിപ്റ്റ്സ്, അലോ പോപ്പപ്സ്, അലോ ഫോംസ് എന്നിങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സുകളാണ് ഈ സാൻഡ് ബോക്സിൽ വരുന്നത്. ഓക്കെ, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അത് എങ്ങനെ നമുക്ക് വെബ് പേജിൽ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോർഡർ ഞാൻ 0 കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് ഞാനിവിടെ വന്ന് 130 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഞാൻ 20 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഈ 20 എന്നുള്ളത് ഞാൻ 100 ആക്കി ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ട്വീറ്റ് ബട്ടണാണ്. അതായത് നമ്മൾ ട്വിറ്ററിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ട്വീറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഐഫ്രെയിം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പേജ് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഇവിടെ കാണിച്ചു തരിക. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ട്വീറ്റ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ട്വിറ്ററിൻ്റെ പേജ് ഇവിടെ തുറന്നു വരും. ഓക്കെ, ഇതിൽ ഞാൻ ആൾറെഡി ഇത് സൈൻ ഇൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത് സംതിങ് ടൈപ്പ് ചെയ്ത് ഇവിടെ വന്ന് ലോഗിൻ ആൻഡ് ട്വീറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇനി ഇവിടെ നേരെ ട്വീറ്റിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി സൈൻ ചെയ്തിട്ടാണെങ്കിൽ അതൊരു ട്വീറ്റ് ചെയ്യാൻ നമുക്കിവിടെ കഴിയും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ട്വീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരും. നമുക്കിവിടെ എന്താണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ട്വീറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ട്വിറ്റർ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അതിൽ വന്ന് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ബട്ടൺ വർക്ക് ചെയ്യുന്നു, എന്താണ് ഇതിൽ നമുക്കിവിടെ സാൻഡ് ബോക്സ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചെയ്ത വർക്ക് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അലോ സെയിം ഒറിജിൻ എന്ന ഭാഗമാണ് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടുന്ന് ഒഴിവാക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വിറ്ററിൻ്റെ പേജ് ഓപ്പൺ ആയി വരും. പക്ഷേ നമുക്കത് ഇതിൽ ആൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത പേജ് ആയിരിക്കില്ല നമുക്ക് വരിക. അതായത് ജസ്റ്റ് ഒരു ട്വിറ്ററിൻ്റെ പേജ് ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും. ഇതിൽ നമുക്കൊരു ഫോമോ അതല്ലെങ്കിൽ ട്വിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗം അലോ സെയിം ഒറിജിൻ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ച അതായത് നമ്മൾ ആൾറെഡി നമ്മൾ ട്വിറ്റർ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ട്വീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഞാനത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അലോ സെയിം ഒറിജിൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്വിറ്ററിൻ്റെ സാധാരണ പേജ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് അലോ സ്ക്രിപ്റ്റ്സ് ആണ്. അതായത് നമ്മൾ ഇതിലെ ജാവ സ്ക്രിപ്റ്റുകളൊക്കെ അലോ ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അലോ സ്ക്രിപ്റ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിതിന്ന് അലോ സ്ക്രിപ്റ്റ് എന്നുള്ളത് ഞാനിവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ അതായത് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പോപ്പപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് വരുന്നത് ജാവ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ വന്ന് ഇഫ് യു ആർ നോട്ട് ഡയറക്റ്റഡ് സൂൺ പ്ലീസ്, അതായത് ഒന്നുകിൽ നമുക്കിത് റീഡയറക്റ്റ് ചെയ്ത് വരും, ഇല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്താൽ അതായത് അലോ സ്ക്രിപ്റ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വീറ്റ് ചെയ്യാനുള്ള പേജ് നമുക്കിതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഇനി അലോ പോപ്പപ്സും അതേ രൂപത്തിൽ തന്നെയാണ്. എന്തിനാണ് ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അലോ പോപ്പപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ട്വീറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ അലോ പോപ്പപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോപ്പപ്പ് മെസ്സേജ് നമുക്ക് ഇതുപോലെ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രൂപത്തിൽ നമുക്കൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ അലോ പോപ്പപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അലോ ഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫോം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഞാനിവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കിയതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ഫോമൊക്കെ നമുക്കിതുപോലെ ഓപ്പൺ ആയി വരും. ഇതിൽ നമുക്ക് എന്ത് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ട്വീറ്റിൽ ക്ലിക്ക് ചെയ്താൽ അത് ട്വീറ്റ് ആവില്ല, അതായത് അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അതൊരിക്കലും വർക്ക് ചെയ്യാതെ അതേ രൂപത്തിൽ തന്നെ അവിടെ നിൽക്കുമായിരിക്കും. എന്നാൽ നമ്മൾ ഇവിടെ വന്ന്
അളവ് ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ട്വീറ്റിൽ ക്ലിക്ക് ചെയ്താൽ അത് ഇതുപോലെ പോസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മളൊരു ട്വിറ്ററിൻ്റെ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സാൻഡ് ബോക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ SRC HTTP പ്ലാറ്റ്ഫോം ട്വിറ്റർ വിഡ്ജറ്റ് ട്വീറ്റ് ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ട്വീറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അളവ് സെയിം സോർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ വെച്ചിട്ട് ആ ബോക്സ് തുറന്നു വരാനും, അളവ് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് ജാവ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാനും, അളവ് പോപ്പപ്പ് എന്ന് പറഞ്ഞാൽ ആ പോപ്പപ്പ് മെസ്സേജ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരാനും, അതേപോലെ തന്നെ അളവ് ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത ഫോം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വരാനും വേണ്ടിയാണ്. അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് അതിലൂടെ എന്തെങ്കിലും ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അളവ് ഫോംസ് ഉപയോഗിക്കുന്നത്. ചില ആഡ്സെൻസ് പരസ്യങ്ങളിലൊക്കെ ഉണ്ടാവും നമുക്ക് ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഒരു ബട്ടൺ. അപ്പോൾ അത്തരത്തിലുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇവിടെ അളവ് ഫോംസ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് മേഖലയിലും മറ്റു പല മേഖലകളിലും ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് സാൻഡ് ബോക്സ്. ഓക്കെ, ബാക്കിയുള്ള ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞത് കൊണ്ട് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ഓക്കെ, അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ ആ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അടുത്തതായി നമ്മൾ സോഴ്സ് ഡോക്ക് അല്ലെങ്കിൽ SRC ഡോക്ക് എന്ന ഭാഗത്തിനെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഓക്കെ, SRC ഡോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്കൊരു ബ്രൗസറിൽ പേജ് ഓപ്പൺ ചെയ്യുന്ന സ്ഥാനത്ത് നമ്മളിവിടെ ഈ സോഴ്സ് ഡോക്കിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഓക്കെ, ഇതെങ്ങനെ നമുക്കൊന്ന് വർക്ക് ചെയ്യുന്ന സാധാരണ നമ്മൾ ഒരു ഫ്രെയിം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്തെങ്കിലും മെസ്സേജ് ആ ബോക്സിൽ ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ സോഴ്സ് ഡോക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ H1ൻ്റെ ഉള്ളിൽ അലോ വേൾഡ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോഴ്സ് എന്ന ഭാഗത്ത് നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കുന്ന പോലെ dd.html എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഫയൽ നമ്മൾ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും നമുക്കിത് ഡിസ്പ്ലേ ചെയ്തു വരിക. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ സാധാരണ ഈ സോഴ്സ് ഡോക്ക് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ, അതായത് ഈ ലൈൻസ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സാധാരണ എന്താണോ നമ്മൾ ഫ്രെയിം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അതേ വർക്കായിരിക്കും. അതായത് ഇവിടെ ആ ഫ്രെയിം ആയിരിക്കും വരിക. എന്നാൽ നമ്മൾ സോഴ്സ് ഡോക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് മെസ്സേജ് ആണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരിക. ചില സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ലിങ്ക് ഒരു താൽക്കാലിക നിശ്ചിത സമയത്തേക്ക് ഹൈഡ് ചെയ്ത് വെക്കാനോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ, എക്സാമ്പിൾ നമ്മൾ റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത്ര സമയത്തിൻ്റെ ഉള്ളിലുള്ള റിസൾട്ട് അവൈലബിൾ എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ നമുക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് ചേർത്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, HTML ഉപയോഗിക്കുന്ന എല്ലാ ടാഗുകളും ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ബ്രൗസറുകളുടെ പേര് പറയുന്നുണ്ട്. ക്രോം, ഫയർഫോക്സ്, സഫാരി, അതേപോലെ ഒപ്പേറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഈ മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നു. ഓക്കെ, അടുത്തതായി നമ്മൾ ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗം ഒഴിവാക്കി അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത രൂപത്തിൽ തന്നെ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഹൈറ്റ് ഞാനൊരു 100 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ 100% ചേർത്ത് കൊടുക്കുന്നു. വിഡ്ത്ത് ഈക്വൽ ടു 100% ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിക്കുമ്പോൾ നമ്മുടെ വെബ് പേജ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലോഡ് ചെയ്തു വരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു ഒരു സ്ക്രോൾ ബാർ കൂടി കാണുന്നുണ്ട്. ഈ സ്ക്രോൾ ബാർ നമുക്ക് താൽക്കാലികമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനും പിന്നീട് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഈ സ്ക്രോളിംഗ് ഹൈഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ക്രോൾ ബാർ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ക്രോളിംഗ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് ഈക്വൽ ടു നോ എന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഈ സ്ക്രോൾ ബാർ ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യാൻ കാണില്ല. അതായത് നമ്മളിവിടെ എന്താണോ കൊടുത്തത് അത് മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയൂ. ഇവിടെ നമുക്കിതിൻ്റെ സ്ക്രോൾ ബാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഓക്കെ, എന്നാൽ സ്ക്രോളിംഗ് നമ്മളിവിടെ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് ആ സ്ക്രോൾ ബാർ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്രെയിം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വർക്കുകൾ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം.